ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 136 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഒരു നന്ദി സൂചകമായ വാക്കാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ. നാം മനസ്സ് നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കൊടുത്താൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ദൈവം നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്താലും, എന്തൊക്കെ നന്മകൾ ദൈവം ചെയ്താലും നാം ദൈവത്തിന് സ്തോത്രം പറയണം. ആഹാരം എടുത്ത് അടുത്ത് വെച്ചതിന് ശേഷം നാം ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കാര്യം എന്താ? ഈ ആഹാരം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവം തരുന്ന ഓരോ നന്മകൾക്കും നാം സ്തോത്രം പറയണം എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നു കാണും, എത്രമാത്രം കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു. അതെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു, അനുഗ്രഹിച്ചു. അതിന് നാം സ്തോത്രം പറയണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 116 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവം നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ദൈവത്തിന് എന്ത് പകരം കൊടുക്കാൻ നമുക്ക് സാധിക്കും? അനേകർ പറയും, ഒരു 10 സെൻറ്റ് ദൈവത്തിന് എഴുതി കൊടുത്താലേ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറേ പണം ദൈവത്തിന് വേണ്ടി കൊടുത്താലേ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് കുറേ ആൾക്കാരൊക്കെ പറയും. നമ്മളതൊന്നും കാര്യമാക്കേണ്ട. ദൈവത്തിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് പണം വേണ്ട, വസ്തു വേണ്ട, ഒന്നും വേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി സൂചകമായ വാക്കാണ് സ്തോത്രം. കർത്താവേ, ദൈവമേ, ഇന്ന് ദൈവൻ അനുഗ്രഹിച്ചതിനെ സ്തോത്ര അപ്പ എന്നൊരു വാക്ക് മതി ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? 116 സങ്കീർത്തനത്തിൽ അതിൻ്റെ 3 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. മരണത്തിൻ്റെ അവസ്ഥ ജീവിതത്തിൽ വന്നു. അത് കഴിഞ്ഞെന്താ? കഷ്ടം വന്നു, സങ്കടം വന്നു, ഇതൊക്കെയും കടന്നു വന്നു. എന്നിട്ടും ദൈവം അവിടെ നിന്നൊക്കെയും എത്രമാത്രം ആ സങ്കീർത്തനക്കാരൻ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിന് ഒന്നും പകരം കൊടുക്കാനില്ല, കൊടുക്കാനുള്ള ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, 136 സങ്കീർത്തനത്തിൽ അതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 118 സങ്കീർത്തനത്തിൽ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദൈവത്തിന് ഒന്നും കൊടുക്കേണ്ട, പക്ഷേ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. നാം സ്തോത്രം പറയുന്നവരായിരിക്കണം. നാം കിടക്കാൻ പോകുമ്പോഴും രാത്രികാലങ്ങളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് നന്ദി അപ്പ, സ്തോത്ര അപ്പ എന്ന് പറഞ്ഞ് ഓരോ ദിനങ്ങളിലും ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.